ഗുഡ് മോർണിംഗ്. രാവിലെ വിളക്കൊക്കെ വെച്ച് വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലി കഴിഞ്ഞ് അടുക്കളയിലോട്ട് വന്നു. ദേ പിള്ളേർക്ക് ചിക്കൻ വേവുന്നുണ്ട്. ഞാനൊരു ചായ ഇട്ടു, ഒരു ചായയല്ല 2 ചായ ഇട്ടു. പിന്നെ പലഹാരം കഴിക്കുമ്പോഴും കൂടെ കുടിക്കാൻ വേണ്ടി. പിന്നെ ദോശ ചുട്ടു, ഒരു 3 ദോശ ചുട്ടുള്ളൂ, എനിക്ക് മാത്രം മതിയല്ലോ. 2 കഴിക്കത്തുള്ളൂ, ബാക്കി അരമുറി അപ്പൂനുള്ളതാണ്. അപ്പു കഴിക്കാൻ നേരം അവിടെ വന്നിരിക്കും, അവന് നിർബന്ധമാണ് വേണം. ആര് കഴിച്ചാലും ഒരു തരി വേണം അവന്. പിന്നെ അതൊക്കെ കഴിഞ്ഞു പിള്ളേർക്കുള്ള ചോറും ചിക്കനും ഒക്കെ വിളമ്പി വെക്കുക. അപ്പൂ മാത്രമേ ചോറ് കഴിക്കത്തുള്ളൂ, കുട്ടു ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. ചൂടുണ്ട്, അപ്പോൾ ആ ചോറ് ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് ആ ചൂടൊഴിക്കുമ്പോൾ ചോറിന് കറക്റ്റ് പാകമായിക്കോളുമല്ലോ. ഞാൻ അതിൽ നിന്ന് ചിക്കൻ വെന്ത കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും, അപ്പോൾ അതിൻ്റെ ഗുണവും കൂടെ കിട്ടുമല്ലോ. അപ്പൂ ഫുഡ് കഴിക്കാൻ വന്നു, കുട്ടും അവിടെ കോടി നടക്കുന്നേ ഉള്ളൂ. ഇനി അതിനെ പൊക്കിക്കൊണ്ട് വരണം. അപ്പം ഞാൻ ചോറിന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വെച്ചു. 2ാമത്തെ ചായ അടുപ്പേ തന്നെ വെച്ചിട്ടുണ്ട്, ചൂട് പോകാതിരിക്കാൻ വേണ്ടി. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ എളുപ്പത്തിലാകുമല്ലോ. ചോറെടുത്തു, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. പിന്നെ കറിവേപ്പില പൊടിയുണ്ട്, നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്, അതുണ്ട്. പിന്നെ പുളിശ്ശേരിയല്ല, ഞാൻ മോര് കാച്ചിയത്. ഇത്രയേ ഉള്ളൂ ഇന്ന് ലഞ്ചിന്. കുട്ടു വന്നില്ല, കുറേ വിളിച്ചിട്ടും വന്നില്ല. അപ്പോൾ എനിക്കിനി സമയമില്ല എനിക്ക്, അത് കാരണം ഞാൻ അവനെ പൊക്കിക്കൊണ്ട് വന്നതാണ്. പൊക്കിക്കൊണ്ട് വന്ന് പെട്ടെന്ന് വാരി കൊടുക്കുക. അത് അതിൻ്റെ ഇഷ്ടത്തിന് വിട്ടാൽ അത് എപ്പോഴേലും വന്ന് കഴിക്കത്തുള്ളൂ. എനിക്ക് അത്ര നേരം ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ, പോകുന്നതിന് മുമ്പ് ഇതെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് പോകണ്ടേ. അപ്പോൾ അതേ പെട്ടെന്നെല്ലാം വാരി കൊടുത്തു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. പിള്ളേർ അവരുടെ പതിവ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം നോക്കിയിരുന്നു, പിന്നെ ഞാൻ പോകാൻ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ രാവിലത്തെ വിശേഷങ്ങൾ.